ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാധാരണയായി കായ്കൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നു. എന്നാൽ ചില ഫലവർഗ വിളകളിൽ പൂക്കൾ ധാരാളം ഉണ്ടാകും, പക്ഷേ ഒറ്റ കായ് പോലും പിടിക്കില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പപ്പായ, റംബ്യൂട്ടാൻ, കുടംപുളി തുടങ്ങിയ ഫലവർഗ വിളകൾ വിത്തുനട്ടുണ്ടാകുന്ന തൈകൾ എല്ലാം പൂക്കും എങ്കിലും എല്ലാത്തിലും കായുണ്ടാവുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വിത്ത് നട്ടുണ്ടാകുന്ന തൈകൾ ആൺചെടിയോ പെൺചെടിയോ ആയി മാറുന്നതിനുള്ള തുല്യ സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആൺചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രം, അല്ലെങ്കിൽ ആൺപൂക്കൾ മാത്രം ഉണ്ടാവുകയും അതിൽ കായ് പിടിക്കുകയും ചെയ്യില്ല. അതേ സമയത്ത് ഫീമെയിൽ പ്ലാന്റിൽ പെൺപൂക്കൾ ഉണ്ടാവും, അതിൽ കായ് ഉണ്ടാവുകയും ചെയ്യും. ഈ കാണുന്നത് ഒരു ആൺമരമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പൂങ്കുല വളരെ നീണ്ടു കിടക്കും, പൂക്കളുടെ സൈസ് ചെറുതാണ്, ധാരാളം പൂക്കൾ ഓരോ കുലയിലും ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൺപൂവിൽ ഓവറി എന്ന ഭാഗം ഉണ്ടാവില്ല. ഈ കാണുന്നത് ഒരു പെൺചെടിയാണ്, ഫീമെയിൽ പ്ലാന്റാണ്. അതിനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ പൂവിൻ്റെ വലിപ്പം കൂടുതലാണ്. പിന്നെ പൂക്കൾ കൂടുതലും പ്രധാന തണ്ടിനോട് ചേർന്നാണ് വളരുന്നത്. അതുപോലെ ആൺപൂവിലെ പോലെ അത്രയും വലിയ കൂട്ടമായിട്ടല്ല അത് വരുന്നത്. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അതിൽ ഓവറി ഉള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് രൂപം പ്രാപിക്കുന്നത്. ഓവറിയുടെ ഷേപ്പ് പല തരത്തിൽ, അതായത് ഫ്രൂട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടും ആയിരിക്കും ഈ ഓവറിയുടെ ഷേപ്പും കാണുക. വിത്ത് തൈകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. അത് ആൺചെടിയോ പെൺചെടിയോ ആയി മാറാനുള്ള തുല്യ സാധ്യതയുണ്ട്. പെൺചെടികളിൽ മാത്രമേ കായുണ്ടാവുകയുള്ളൂ. ഇതിനെന്താണ് ഒരു പരിഹാരം? ചില ഇനങ്ങളുണ്ട്, അതിൽ പ്രത്യേകതരം പൂക്കളാണ് ഉണ്ടാകുന്നത്. അതിനെ ദ്വിലിംഗ പുഷ്പങ്ങൾ, അല്ലെങ്കിൽ ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരേ പൂവിൽ തന്നെ ആൺപാർട്ടും പെൺപാർട്ടും ഉണ്ടാവും. അതായത് സ്റ്റേമനും പിസ്റ്റിലും ഒരേ പൂവിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ എല്ലാ ചെടികളിലും തന്നെ കായുണ്ടാവും. റംബ്യൂട്ടാൻ, കുടംപുളി തുടങ്ങിയ ഫലവർഗ വിളകളുടെ ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. ഗ്രാഫ്റ്റ് തൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.